ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ നായകനെ കൊണ്ടത് ക്രൈമിനകത്ത് ചാടിച്ച്, അതായത് ക്രൈമിനകത്ത് ടെക്നിക്കലായിട്ട് ചാടിക്കുകയാണ്. ചാടിച്ചതിന് ശേഷം അതിനകത്ത് നിനക്ക് ഊരാൻ പറ്റൂല, അയാൾക്ക് ഊരാൻ പറ്റൂല. നിന്നെ ഞാൻ ഒതുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒതുക്കും. അത് എങ്ങനെ ഒതുക്കും? ഈ പറയണ മീഡിയയ്ക്ക് അതിങ്ങനെയാണ് ഡയലോഗ് പോണത്. അത് നല്ല ലെവലായിട്ട് തന്നെ ഞാൻ പറയണം. ഈ ഡയലോഗ് പോണത് നല്ല ഒരു കമ്പി കഥ, അതായത് സെക്ഷ്വൽ കഥ ഇട്ട് തന്നാൽ, അത് വീട്ടിനകത്ത് തന്നെയാണെങ്കിൽ, അത് നിങ്ങൾ അച്ഛൻ മകളെ പീഡിപ്പിച്ചെന്നോ, അല്ലെങ്കിൽ മകൻ, അതായത് ഇത് രണ്ടാം അച്ഛനായിട്ട് കാണിക്കുന്ന സീനിൽ ഈ പറയുന്ന മകൻ സഹോദരിയെ പീഡിപ്പിച്ചെന്നോ, അല്ലെങ്കിൽ മറ്റൊരു പീഡനമയോ ഇട്ട് തന്നാൽ, ഇവിടെയുള്ള പട്ടികൾക്ക് ഇടുന്ന എല്ലും കഷ്ണം അതുകൊണ്ട് ഈ ജനം തൃപ്തിപ്പെടും. ശരിയല്ലേ? അതല്ലേ ഓടുന്നത്. 99% എന്ന് ഞാൻ പറയണില്ല, 90% മലയാളിയുടെ വീക്ക്നെസ് അത് തന്നെയായിട്ടാണ്. എനിക്ക് ഈ 10-25 വർഷത്തിൽ എനിക്ക് പ്രായപൂർത്തിയായി ഞാൻ ഈ സമൂഹത്തെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഫീലാണ്. അത് ഇന്നും മാറിയിട്ടില്ല. നമുക്ക് വേണ്ടത് എല്ലിൻ കഷ്ണങ്ങളാണ്. ഇല്ലാത്ത കഥകൾ ചടച്ചു വിടും, പിന്നെ അത് മീഡിയ വഴി അങ്ങോട്ട് ക്ലിക്ക് ചെയ്യും. അത് വിഷയമാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തീരുന്നതേ ഉള്ളൂ നിന്റെ കഥ എന്നാണ് നായകൻ്റെ അടുത്ത് പറയുന്നത്. അതോടെ നായകൻ പിന്നെ ഇറങ്ങി കളിക്കേണ്ടി വരും. അങ്ങനെയാണ് നായക ഈ സിനിമയുടെ ഡെപ്ത് കഥാപാത്രം, അത് ഭയങ്കര ഡെപ്ത് പോകുന്ന രീതിയിലോട്ട് ഇറങ്ങേണ്ടി വരണം. അവനൊരു പ്യുവർ ക്രൈം ആക്കണമെന്ന്. മകൻ മരിച്ചതല്ല പ്രശ്നം, ഈ വിഷയമാണ് അയാളെ ഇറങ്ങി കളിപ്പിക്കുന്നത്. അതാണ് പ്രേക്ഷകരെ പിടികിട്ടിയോ? പ്രേക്ഷകർ ഇവിടെ നിങ്ങൾക്ക് ഇട്ട് പറഞ്ഞ എല്ലും കഷ്ണങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കുക. അതുകൊണ്ടാണ് ഈ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ അടച്ച പലതിനെ ആക്ഷേപിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുമ്പിട്ട് പറഞ്ഞാൽ എല്ലും കഷ്ണങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല വിഷയങ്ങളും ഇവിടെ കത്തിപ്പടരുമ്പോഴും നിങ്ങൾക്ക് ചാല ഈ വിഷയം ഇട്ട് തന്നാൽ നിങ്ങളുടെ തൃപ്തിയാണ്. ഇല്ലാത്ത കഥ ചമഞ്ഞു തള്ളും മീഡിയ വഴി. മീഡിയ ആണല്ലോ എളുപ്പമാധ്യമം. ആദ്യം ഈ സിനിമ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് കൃത്യമായിട്ട് വില്ലനിൽ കൂടിയാണ് നായകൻ്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എനിക്കത് മനസ്സിലായി. എനിക്കത് മനസ്സിലായതല്ല, നമ്മൾ കുറേ കാലം കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടും സമൂഹം ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു എന്നുള്ളത്. അതാണ് പറഞ്ഞത്. മുമ്പ് 100-98% ഈ ചിന്തയായിരുന്നു. പക്ഷെ ഇന്ന് മാറി. പുതിയ തലമുറ വന്നപ്പോൾ 10% പിള്ളേരെ കിട്ടൂല. അവർക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ടല്ലേ ഈ സ്ക്രിപ്റ്റ് വന്നത്. പക്ഷേ അങ്ങനെ ഒരു ഡയലോഗും അതിൻ്റെ പ്രസൻറ്റേഷനും